നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. തൊടുപുഴ നഗരസഭ 30-ാം വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ അനിഴച്ചമയ ഘോഷയാത്ര സംഘടിപ്പിച്ചു. തൊടുപുഴ നഗരസഭ ചെയർമാൻ കെ ദീപക് ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ചിങ്ങമാസത്തിലെ തിരുവോണത്തിന് തിരുവോണയൂട്ട് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സുപ്രസിദ്ധ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ നെടിയശാല പള്ളിയിൽ 8 നോമ്പ് ആചരണത്തിനും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പിറവി തിരുനാളിനും തുടക്കമായി. പള്ളിയിലെ പ്രധാന നേർച്ചയായ പിടിനേർച്ച ഈ വർഷവും നടന്നു. KPMS ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അയ്യൻകാളിയുടെ 162ാം ജന്മദിനാചരണം സെപ്റ്റംബർ 6-ന് തൊടുപുഴയിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാർത്തകൾ വിശദമായി. തൊടുപുഴ നഗരസഭ 30-ാം വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ അനിഴച്ചമയ ഘോഷയാത്ര നടത്തി. വാർഡ് കൗൺസിലർ ആർ ഹരിയുടെ നേതൃത്വത്തിൽ കോലാനി കവലയിൽ നിന്ന് പാറക്കടവ് പകൽ വീട്ടിലേക്കാണ് കേരളത്തിന്റെ സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന കലാരൂപങ്ങളും ചരിത്രത്തിലേക്ക് മിഴിതുറക്കുന്ന നിശ്ചല ദൃശ്യങ്ങളും വാദ്യമേളകളും പുലികളിയുമെല്ലാം അണിനിരുന്ന വർണ്ണാഭമായ ഘോഷയാത്ര നടത്തിയത്. തൊടുപുഴ നഗരസഭാ ചെയർമാൻ കെ ദീപക് ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. ഓണാഘോഷ പരിപാടികൾ ഇടുക്കി പ്രസ് ക്ലബ് പ്രസിഡന്റ് വിനോദ് കണ്ണൂലിൽ ഉദ്ഘാടനം ചെയ്തു. പൊന്നോണത്തിന്റെ വിളംബരവുമായി തൊടുപുഴ നഗരസഭ 30-ാം വാർഡ് വികസന സമിതി നടത്തിയ അനിഴച്ചമയ ഘോഷയാത്ര കോലാനി മേഖലയെ ത്രസിപ്പിച്ചു. തൊടുപുഴ നഗരസഭാ ചെയർമാൻ കെ ദീപക് ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. കുറച്ചുകൂടി ആഘോഷമാക്കുന്നതിന് വേണ്ടി നമ്മുടെ ഈ കോലാനി പ്രദേശത്ത് നിന്ന് വലിയൊരു ഘോഷയാത്രയോടുകൂടി അത് ബാൻഡുമേളത്തിന്റെയും പുലികളിയുടെയും അതുപോലെ നിരവധിയായ കാളവണ്ടി ഉൾപ്പെടെയുള്ള നിരവധിയായ പരിപാടികളോടുകൂടിയാണ് ഇന്ന് ഈ ഘോഷയാത്ര ഇവിടുന്ന് ആരംഭിക്കുന്നത്. ഒരു പ്രദേശത്തിന്റെ മുഴുവൻ ഉത്സവമായി ഇത് മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കൗൺസിലർ ആർ ഹരിയുടെ നേതൃത്വത്തിൽ കോലാനി കവലയിൽ നിന്ന് പാറക്കടവ് പകൽ വീട്ടിലേക്ക് നടത്തിയ വർണ്ണാഭമായ ഘോഷയാത്രയിൽ കേരളത്തിന്റെ സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന കലാരൂപങ്ങളും ചരിത്രത്തിലേക്ക് മിഴി തുറക്കുന്ന നിശ്ചല ദൃശ്യങ്ങളും ചെണ്ട ബാൻഡ് മേളങ്ങളും പുലിക്കളിയും എല്ലാം അണിനിരന്നു. പാറക്കടവ് പകൽ വീട്ടിൽ ഘോഷയാത്ര എത്തിയതിന് പിന്നാലെ ഓണാഘോഷ പരിപാടികൾ ഇടുക്കി പ്രസ് ക്ലബ് പ്രസിഡന്റ് വിനോദ് കണ്ണൂളിൽ ഉദ്ഘാടനം ചെയ്തു. ഇത്രയും ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ഓണാഘോഷം ഈ വാർഡിന്റെ തലത്തിൽ പകൽ വീടിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടത്തിയ പ്രിയപ്പെട്ട അയച്ചതിനെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. അദ്ദേഹം നമുക്കറിയാം, ദീർഘകാലമായി ഓരോ വാർഡുകൾ പ്രതിനിധീകരിക്കും. ആ വാർഡിന്റെ എല്ലാം നന്മ ലക്ഷ്യമിട്ട് നഗരസഭയുടെ നന്മ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തെ സ്നേഹത്തോടൊപ്പം ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ പകൽ വീടിന്റെ ഓണാഘോഷത്തിന്റെ കലാപരിപാടിയുടെ ഔദ്യോഗിക തുടർന്ന് വഞ്ചിപ്പാട്ട്, തിരുവാതിര, ഗാനമേള, കഥാപ്രസംഗം, നൃത്തനൃത്യങ്ങൾ തുടങ്ങിയവ അരങ്ങേറി. 500ഓളം പേർ പങ്കെടുത്ത പരിപാടിയിൽ ഓണസദ്യയും ഒരുക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കരിമണ്ണൂരിൽ പ്രവർത്തിച്ചിരുന്ന KSEBയുടെ ഔട്ട്ലെറ്റ് ഉടൻ പുനഃസ്ഥാപിക്കണമെന്ന് സമാജ്വാദി പാർട്ടി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് MT തോമസ് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഹൈന്ദവരെയും ഹൈന്ദവ ക്ഷേത്രങ്ങളെയും അവഹേളിക്കുന്ന നടപടിയിൽ നിന്നും CPM പിന്തിരിയണമെന്നും കരിമണ്ണൂരിൽ നിന്നും അർദ്ധരാത്രിയിൽ കൊണ്ടുപോയ ഔട്ട്ലെറ്റ് തിരികെ കൊണ്ടുവരണമെന്നും അദ്ദേഹം പറഞ്ഞു. കരിമണ്ണൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ കെട്ടിടത്തിൽ 23 വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന KSBCയുടെ ഔട്ട്ലെറ്റ് ഉടൻ തന്നെ പുനഃസ്ഥാപിക്കണമെന്ന് സമാജ്വാദി പാർട്ടി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് MT തോമസ് ആവശ്യപ്പെട്ടു.
കരിമണ്ണൂർ പഞ്ചായത്തിന് പുറമെ ഉടുമ്പന്നൂർ, കോടിക്കുളം, വണ്ണപ്പുറം, വെള്ളിയാമറ്റം, ഇടവെട്ടി പഞ്ചായത്ത് എന്നീ പഞ്ചായത്തുകളിലും തൊമ്മൻകുത്ത് ടൂറിസം കേന്ദ്രം എന്നിവിടങ്ങളിലുള്ളവർക്കും എത്തിച്ചേരാവുന്ന കേന്ദ്രത്തിൽ നിന്നുമാണ് നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് സ്വകാര്യ വ്യക്തിയായ CPM ഏരിയ സെക്രട്ടറിയുടെ ഉടുമ്പന്നൂരിലെ കെട്ടിടത്തിലേക്ക് മാറ്റി സ്ഥാപിച്ചിട്ടുള്ളതെന്നും അദ്ദേഹം ആരോപിച്ചു. ഇനിയെങ്കിലും ഹൈന്ദവരെയും ഹൈന്ദവ ക്ഷേത്രങ്ങളെയും അവഹേളിക്കുന്ന നടപടിയിൽ നിന്നും CPM പിന്തിരിയണമെന്നും കരിമണ്ണൂരിൽ നിന്നും അർദ്ധരാത്രിയിൽ കൊണ്ടുപോയിട്ടുള്ള ഔട്ട്ലെറ്റ് തിരികെ കൊണ്ടുവരണമെന്നും MT തോമസ് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ചിങ്ങമാസത്തിലെ തിരുവോണത്തിന് തിരുവോണയൂട്ട് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 5-ാം തീയതി രാവിലെ 10-ന് ചടങ്ങുകൾ ആരംഭിക്കും. മഹാ തിരുവോണയൂട്ട് സദ്യയുടെ നടത്തിപ്പിനായി 101 അംഗ കമ്മിറ്റി രൂപീകരിച്ചതായും ഭാരവാഹികൾ പറഞ്ഞു. ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ചിങ്ങമാസത്തിലെ തിരുവോണത്തിന് മഹാ തിരുവോണയൂട്ട് നടത്തും. വെള്ളിയാഴ്ച രാവിലെ 10-ന് ചടങ്ങുകൾ ആരംഭിക്കും. കഴിഞ്ഞ 40 വർഷമായി എല്ലാ തിരുവോണത്തിനും തിരുവോണയൂട്ട് വിപുലമായ ചടങ്ങുകളോടെ ക്ഷേത്രത്തിൽ നടന്നുവരുന്നു. മഹാ തിരുവോണയൂട്ടിന് വിശിഷ്ടാതിഥികളായി വടക്കും രാജവംശത്തിലെ ഗോദവർമ്മ തമ്പുരാൻ, പ്രഭാവതി തമ്പുരാട്ടി, രവിവർമ്മ തമ്പുരാൻ എന്നിവരും കുടുംബാംഗങ്ങളും പങ്കെടുക്കും. മഹാ തിരുവോണയൂട്ട് സദ്യയിൽ 2000 പേർ പങ്കെടുക്കും. മഹാ തിരുവോണയൂട്ട് സദ്യയുടെ നടത്തിപ്പിന് 101 അംഗ കമ്മിറ്റി രൂപീകരിച്ചു. തൊടുപുഴ കാരിക്കോട് ഉൾപ്പെടുന്ന കാരിക്കോട് ആസ്ഥാനമായി ഭരണം നടത്തിയിരുന്ന കീഴ്മലൈ നാട്ടിലെ വടക്കമ്പൂർ രാജവംശത്തിലെ രാജാവിന് സന്തതി പരമ്പരകൾ ഇല്ലായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന് സ്വപ്ന ദർശനത്തിലൂടെ തിരുവോണമൂട്ട് ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നടത്തണമെന്ന് ഭഗവാൻ അരുളി ചെയ്യുകയും അതനുസരിച്ച് 19-ാം നൂറ്റാണ്ടിൻ്റെ ആ കാലഘട്ടത്തിൽ അദ്ദേഹം ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തിരുവോണമൂട്ട് വഴിപാടായി സമർപ്പിക്കുകയും ചെയ്തതായി പറയപ്പെടുന്നു. അത് കഴിഞ്ഞ കാലാന്തരത്തിൽ ക്ഷേത്രത്തിൽ ഏതാണ്ട് 45 വർഷങ്ങൾക്ക് മുമ്പായിട്ട് ഒരു മഹാദേവപ്രശ്നം നടത്തി, അഷ്ടമംഗല്യ ദേവപ്രശ്നം നടത്തുകയും ക്ഷേത്രത്തിലെ അന്ന് മുതൽ മുടങ്ങിക്കിടക്കുന്ന മഹാ തിരുവോണമൂട്ട് പുനരാരംഭിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 40 വർഷത്തോളമായി എല്ലാ തിരുവോണം നാളിൽ, എല്ലാ മാസത്തിലെയും മലയാള മാസത്തിലെയും തിരുവോണം നാളിൽ ക്ഷേത്രത്തിൽ തിരുവോണമൂട്ട് വഴിപാടായി നടത്തി വരുന്നുണ്ട്. ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് എന്ന് പറയുന്നത് തിരുവോണമൂട്ട് തന്നെയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് കുറേ വർഷങ്ങളായി ഏതാണ്ട് തിരുവോണം നാളിൽ 400-നോടും 500-നും ഇടയ്ക്ക് ഭക്തജനങ്ങൾ ഈ ക്ഷേത്രത്തിൽ നടക്കുന്ന തിരുവോണമൂട്ടിൽ പങ്കെടുക്കുകയും ഏതാണ്ട് 25ഓളം വിഭവങ്ങൾ കൂട്ടിയ ഒരു സദ്യയായിട്ടാണ് തിരുവോണമൂട്ട് നടത്തുന്നത്. ധാരാളം ഭക്തജനങ്ങൾ ഈ വഴിപാട് നടത്തുന്നുണ്ട്. അപ്പോൾ ഈ വർഷം മുതൽ ഈ ചിങ്ങമാസത്തിലെ തിരുവോണം നാളിൽ മഹാ തിരുവോണമൂട്ടായിട്ടാണ് നടത്തുന്നത്. അത് ആ ഗ്രാമത്തിലുള്ള മുഴുവൻ എല്ലാ കുടുംബങ്ങളിലെയും എല്ലാ അംഗങ്ങളെയും കൂട്ടിക്കൊണ്ട് ആ ഗ്രാമത്തിലെ മുഴുവൻ ഭക്തജനങ്ങൾ വന്നേ ദിവസം ക്ഷേത്രത്തിൽ എത്തിച്ചേരുകയും ഏതാണ്ട് 2000-ൽ പരം ആളുകളുടെ മഹാ തിരുവോണമൂട്ടാണ് അന്ന് നടത്തുന്നത്. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം സെക്രട്ടറി സിജു ബി പിള്ള, മഹാ തിരുവോണയൂട്ട് സദ്യയുടെ ചെയർമാൻ KR ദേവരാജൻ, കൺവീനർ ദീപു സോമൻ, ഭരണസമിതി അംഗം ഹരികൃഷ്ണൻ മഠത്തിൽ, കിഷോർ കുമാർ പുത്തൻപുരിയിൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. സുപ്രസിദ്ധ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ നെടിയശാല പള്ളിയിൽ 8 നോമ്പാചരണത്തിനും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പിറവി തിരുനാളിനും തുടക്കം കുറിച്ചു. തിരുനാളിനോടനുബന്ധിച്ച് നടത്തുന്ന പിടിനേർച്ച വളരെ പ്രസിദ്ധമാണ്. നെടിയശാല പള്ളിയിലെ പ്രധാന നേർച്ചയായ പിടിനേർച്ച ഈ വർഷവും നടന്നു. നിരവധി ആളുകളാണ് പിടിനേർച്ചയിൽ എത്തിച്ചേർന്നത്. നെടിയശാലയമ്മേ പിടിയായി വരണേ എന്ന പ്രാർത്ഥന ഫലസിദ്ധി ഉള്ളതാണ്. സുപ്രസിദ്ധ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ നെടിയശാല പള്ളിയിൽ 8 നോമ്പാചരണത്തിനും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പിറവി തിരുനാളിനും തുടക്കമായി. തിരുനാളിനോടനുബന്ധിച്ച് നടത്തുന്ന പ്രസിദ്ധമായ പിടിനേർച്ച ഈ വർഷവും നടന്നു. അമ്മയുടെ പിടിനേർച്ച പണ്ട് മുതൽ പ്രസിദ്ധമാണ്. എല്ലാ ആദ്യ ശനിയാഴ്ചകളിലും പിടിനേർച്ച നടത്തുന്നുണ്ട്. ഇത് ഏറ്റുകഴിക്കാൻ ധാരാളം പേരാണ് പള്ളിയിൽ എത്തിച്ചേരുന്നത്.
മലനാടിൻ്റെ ലൂർദ് എന്നറിയപ്പെടുന്ന നെടിയശാല പള്ളിയിലെ എട്ടുനോമ്പ് തിരുനാളിൻ്റെ പുണ്യദിനങ്ങളിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മരിയൻ തീർത്ഥാടന കേന്ദ്രമായ നെടിയശാല 1025 കൊല്ലം പഴക്കമുള്ള ഒരു വിശ്വാസ സമൂഹമാണ്. ഈ സമൂഹത്തിലെ ഈ ഇടവക സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാൾ എട്ടുനോമ്പ് തിരുനാളാണ്. പരിശുദ്ധ അമ്മയുടെ ജന്മതിരുനാളിന് ഒരുങ്ങുന്ന ഈ നാളുകളിൽ ഈ പള്ളിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേർച്ച പിടിനേർച്ചയാണ്. ഒരു നവവധു ഭർത്തൃമാതാവിൻ്റെ ആഗ്രഹപ്രകാരം പിടിയുണ്ടാക്കാൻ സാധിക്കാതെ വന്നപ്പോൾ നെടിയാലമ്മേ പിടിയായി വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അരി വെള്ളത്തിലിട്ടപ്പോൾ അത് പിടിയായി മാറിയെന്ന വാചിക പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പിടിനേർച്ച ഈ ദേവാലയത്തിൽ പ്രശസ്തമാകുന്നത്. ആദ്യ ശനിയാഴ്ചയും തിരുനാളിൻ്റെ ദിവസങ്ങളിൽ 2 നേരവും അത്ഭുത കിണറിൽ നിന്ന് ജലമെടുത്ത് ഇടവക സമൂഹം ഒരുമിച്ച് ചേർത്ത് ജപമാല ചൊല്ലി ഉണ്ടാക്കുന്ന പിടിനേർച്ചയിൽ പങ്കുചേരാൻ ധാരാളം ഭക്തജനങ്ങൾ കടന്നു വരാറുണ്ട്. 1941 ഫെബ്രുവരി 11-ാം തീയതി കൊടും വരൾച്ചയുടെ കാലഘട്ടത്തിൽ പള്ളിയുടെ കുരിശടിയിൽ കണ്ടെത്തിയ അത്ഭുത ഉറവയാണ് പിന്നീട് അത്ഭുത കിണറായിട്ട് രൂപം പ്രാപിച്ചത്. ഈ കിണറ്റിൽ നിന്നുള്ള ജലമെടുത്താണ് പിടിയുണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. മാതാവിൻ്റെ അത്ഭുത കിണറിൽ നിന്നുള്ള ജലം ഉപയോഗിച്ച് അനേകം വ്യക്തികൾക്ക് രോഗസൗഖ്യവും ലഭിക്കാറുണ്ട്. ഇടവക ജനങ്ങൾ ഒരുമിച്ച് ചേർന്ന് ജപമാല ചൊല്ലി ഉണ്ടാക്കുന്ന പിടിനേർച്ചയിൽ പങ്കെടുക്കാനായിട്ട് ഇതുപോലെ തിരുനാളിൻ്റെ പുണ്യദിനങ്ങളിലേക്ക് ഏവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നെടിയാലമ്മേ പിടിയായി വരണമേ എന്ന പ്രാർത്ഥന ഉള്ളിലേറ്റുവാങ്ങിക്കൊണ്ട് നെടിയാലമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈ എട്ടുനോമ്പ് തിരുനാളിനും അനേകം ഭക്തജനങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏവരെയും നെടിയാലമ്മയുടെ സന്നിധിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആദ്യ ശനിയാഴ്ചകളിൽ ജപമാല, വിശുദ്ധ കുർബാന, വചനപ്രഘോഷണം, നൊവേന, രോഗശാന്തി ശുശ്രൂഷ, പ്രദക്ഷിണം എന്നിവയെ തുടർന്ന് അത്ഭുത കിണറ്റിൽ കരയിലാണ് പിടിനേർച്ച നടത്തപ്പെടുന്നത്. കൂടാതെ മണി, കൃഷിഫലങ്ങൾ, മാലയും മുടിയും, സ്വർണം, വെള്ളി തുടങ്ങിയവയും നേർച്ചയായി സമർപ്പിക്കുന്നു. സമ്പാദ്യത്തിന്റെ ഒരംശം പരിശുദ്ധാമ്മയുടെ തൃപ്പാദത്തിൽ കാഴ്ച സമർപ്പിച്ച് അനുഗ്രഹങ്ങൾക്ക് നന്ദി അറിയിക്കുന്ന പതിവ് പണ്ടു മുതൽ ഉള്ളതാണ്. മാതൃസന്നിധിയിൽ ജപമാല ചൊല്ലി കാഴ്ചവയ്ക്കൽ തലമുറകളായി നടന്നു പോരുന്നു. മലനാടിന്റെ ലൂർദ് എന്നറിയപ്പെടുന്ന നെടിയശാലയിലെ അത്ഭുത നീരുറവ 1941 ഫെബ്രുവരി 11 പരിശുദ്ധ അമ്മയിൽ നിന്ന് അന്നത്തെ വികാരിയായ ഫാദർ ലൂക്ക് കല്ലുങ്കലിന് ലഭിച്ച ദർശനമനുസരിച്ച് കണ്ടെത്തിയതാണ്. അതിരൂക്ഷമായ വരൾച്ചയുണ്ടായപ്പോൾ പള്ളിയുടെ കുരിശിൻ തൊട്ടിയിൽ പാറയിൽ കണ്ടെത്തിയതാണ് ഈ നീരുറവ. വിദൂരത്ത് നിന്നെത്തുന്നവർക്ക് കുപ്പികളിൽ തീർത്ഥജലം കൊണ്ടുപോകുന്നതിനുള്ള ക്രമീകരണങ്ങളും ഇവിടെയുണ്ട്. പ്രാർത്ഥനയ്ക്കായി വിശാലമായ പന്തലും സജ്ജീകരിച്ചിരിക്കുന്നു. തൊട്ടുചേർന്നുള്ള മാതാവിന്റെ ഗ്രോട്ടോയും കിണറും ഉൾപ്പെടുന്ന സമുച്ചയം ഏവരുടെയും ആശ്രയ കേന്ദ്രമായ മലനാടിന്റെ ലൂർദാണിത്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. എം ബി ഹാരിസ് ബീരാൻ വികസന ഫണ്ടിൽ നിന്നും 5 ലക്ഷം രൂപ അനുവദിച്ച് പണി പൂർത്തീകരിച്ച 8ാം വാർഡിൽ മടത്തിക്കണ്ടം പടിഞ്ഞാറെ റോഡ് പൊതുജനങ്ങൾക്കായി തുറന്നു നൽകി. മുനിസിപ്പൽ ചെയർമാൻ കെ ദീപക് നാടമുറിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് കൗൺസിലർ സഫിയ ജബ്ബാർ, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AM ഹാരിസ്, അഡ്വക്കേറ്റ് ജോസഫ് ജോൺ, സാബിറ ജലീൽ, റസിയ കാസിം, നിസ സക്കീർ, PN ജാഫർ, PN സിയാദ് എന്നിവരും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു. KPMS ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അയ്യൻകാളിയുടെ 162ാം ജന്മദിനം സെപ്റ്റംബർ 6 തൊടുപുഴയിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പൊതുയോഗത്തിന് മുന്നോടിയായി മങ്ങാട്ടുകവലയിൽ നിന്ന് ജോയിന്റ് കൗൺസിൽ ഹാളിലേക്ക് ഘോഷയാത്ര നടത്തും. തുടർന്ന് സംഘടിപ്പിക്കുന്ന സമ്മേളനം KPMS സംസ്ഥാന ജനറൽ സെക്രട്ടറി ബൈജു കലാശാല ഉദ്ഘാടനം ചെയ്യും. സാമൂഹ്യ പരിഷ്കർത്താവും നവോത്ഥാന നായകനുമായ മഹാത്മാ അയ്യൻകാളിയുടെ 162ാം ജന്മദിനം KPMS ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ 6 തൊടുപുഴയിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 10 മണിക്ക് മങ്ങാട്ടുകവലയിൽ നിന്ന് ഘോഷയാത്ര ആരംഭിക്കും. 11 മണിക്ക് തൊടുപുഴ ജോയിന്റ് കൗൺസിൽ ഭവൻ ഹാളിൽ ഘോഷയാത്ര എത്തിച്ചേരും. തുടർന്ന് അനുസ്മരണ സമ്മേളനം നടത്തും. അനുസ്മരണ സമ്മേളനം KPMS സംസ്ഥാന ജനറൽ സെക്രട്ടറി ബൈജു കലാശാല ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് ബിജു അധ്യക്ഷത വഹിക്കും. ജില്ലാ സെക്രട്ടറി TA ബാബു സ്വാഗതം ആശംസിക്കും. അഡ്വക്കേറ്റ് ശ്രീനിജൻ MLA മുഖ്യ പ്രഭാഷണം നടത്തും. KK ഉണ്ണികൃഷ്ണൻ ജന്മദിന സന്ദേശം നൽകും. മുനിസിപ്പൽ ചെയർമാൻ K ദീപക്, അബു ജോൺ ജോസഫ്,
MS രാധാകൃഷ്ണൻ, ഓമന തങ്കച്ചൻ, രവി കരിങ്കൊന്തം, അനിൽ അടിമാലി, അശോകൻ മുട്ടം ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. കാലഘട്ടത്തിൻ്റെ സന്ദേശം എന്ന നിലക്കാണ് ഞങ്ങളിവിടെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 162ാമത് ജന്മദിനാഘോഷം ചെയ്യുന്നത്. തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നും രാവിലെ 10:30 ഘോഷയാത്ര ആരംഭിച്ച് അതിനുശേഷം ജോയിന്റ് കൗൺസിൽ ഹാളിൽ ചേരുന്ന പൊതുസമ്മേളനം മഹാസഭയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ബൈജു കലാശാല അവർ ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ ശ്രീ കെ ദീപക് മുഖ്യ പ്രഭാഷണം നടത്തും. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ TA ബാബു, OK ബിജു, KK കൃഷ്ണൻ, അനിൽ അടിമാലി, TT ഭാസ്കരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴയ്ക്ക് വസ്ത്രവൈവിധ്യങ്ങളുടെ 100 പൊന്നോണക്കാലം സമ്മാനിച്ച പുളിമൂട്ടിൽ സിൽസിൽ മാനേജ്മെന്റിന്റെയും ജീവനക്കാരുടെയും നേതൃത്വത്തിൽ ഓണം ആഘോഷിച്ചു. പുളിമൂട്ടിൽ സിൽസ് മാനേജിംഗ് ഡയറക്ടർ റോയ് ജോൺ പുളിമൂട്ടിൽ, മാനേജിംഗ് പാർട്ണർമാരായ ജോബിൻ റോയ് പുളിമൂട്ടിൽ, ഷോൺ റോയ് പുളിമൂട്ടിൽ എന്നിവർ ഓണാശംസകൾ നേർന്നു. വസ്ത്രവൈവിധ്യങ്ങളുടെ 100 പൊന്നോണക്കാലം തൊടുപുഴയ്ക്ക് സമ്മാനിച്ച തൊടുപുഴ പുളിമൂട്ടിൽ സിൽസിൽ മാനേജ്മെന്റിന്റെയും ജീവനക്കാരുടെയും നേതൃത്വത്തിൽ ഓണം ആഘോഷിച്ചു. പുളിമൂട്ടിൽ സിൽസ് മാനേജിംഗ് ഡയറക്ടർ റോയ് ജോൺ പുളിമൂട്ടിൽ, മാനേജിംഗ് പാർട്ണർമാരായ ജോബിൻ റോയ്, ഷോൺ റോയ് പുളിമൂട്ടിൽ, ജനറൽ മാനേജർ സേതുരാജ് എന്നിവർ ഓണാശംസകൾ നേർന്നു. ഓണത്തിനാണേലും ഇങ്ങനെ തന്നെ പോകണം എല്ലാവരും, ഏത് കാര്യത്തിനും. ജാതി മതം ഒന്നുമില്ലാതെ നമ്മൾ ഒരേ മൈൻഡ് സെറ്റോടെ ആഘോഷിക്കുന്ന ഉത്സവം എന്ന് വെച്ചാൽ ഒറ്റ വാക്കുള്ളൂ ഓണം. അദ്ദേഹം രാജാവ് മാത്രമായിരുന്നു, പക്ഷെ അദ്ദേഹത്തിന് അത്ര ഈസി ആയിട്ട് രാജഭരണം നടത്താൻ കാരണം എന്താണ്? അദ്ദേഹത്തിന്റെ കീഴിൽ എല്ലാവരും ഉത്തരവാദിത്വ ബോധത്തോടുകൂടി വളരെ പരസ്പരം സപ്പോർട്ട് ചെയ്ത്, രാജാവിനെ ജനങ്ങളാണ് സപ്പോർട്ട് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് അദ്ദേഹം രാജ്യം ഭരിക്കാൻ പറ്റി. അദ്ദേഹത്തിന്റെ പേര് ഇത്രയും ഇപ്പോഴും നമ്മളൊക്കെ ഓണം എന്ന് പറഞ്ഞ് കൊണ്ടാടണു, അദ്ദേഹത്തിനെ ഓർക്കണു. അപ്പൊ നമ്മൾ ആ പ്രജകളുടെ ഭാഗത്തു നിന്നുള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മാതൃകയാക്കാനുള്ളതുണ്ട്. പരസ്പരം സപ്പോർട്ട് ചെയ്ത് സ്നേഹത്തോടെ സന്തോഷത്തോടെ ജോലിയും ജീവിതവും എല്ലാ ആരോഗ്യത്തിനും മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പൊ എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടായി. അതോടൊപ്പം ഞങ്ങള് എന്നാ പറഞ്ഞ ഇപ്പൊ നിങ്ങളോടൊപ്പം ഓണം കൂടാന്ന് പറഞ്ഞാൽ നമുക്കൊരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ എന്തായാലും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ഓണം. അതുപോലെ തന്നെ ഇതേപോലെ ആയിരിക്കണം നിങ്ങളുടെ വീടുകളിലും അതേ ഓണം തന്നെ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിങ്ങൾ വീട്ടുകാരുടെ ഒപ്പം കൂടുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു ഓണമാണ്. അപ്പൊ എല്ലാവരും ഫാമിലിയോടൊത്ത് ഹാപ്പി ആയിട്ട് എല്ലാവരും ഇരിക്കും. അപ്പൊ ഹാപ്പി ഓണം. യെസ്. തുടർന്ന് ഓണത്തെ വരവേറ്റുകൊണ്ട് ഓണപ്പാട്ടുകളും അവതരിപ്പിച്ചു. പടിഞ്ഞാറേ പാടം അഴകിൻ പാൽക്കടലാ, പരനിറയെ പൊന്നലക്കും പൗർണമിരാവായി. പടിഞ്ഞാറേ പാടം അഴകിൻ പാൽക്കടലാ, നുരയിടുമലയിൽ നമുക്ക് തുഴയാം വിളിത്തോണി. തുഴഞ്ഞു ചെന്നാൽ കുളിച്ചു തൊഴുവാൻ തുമ്പപ്പൂങ്കാവ്. പൂവേ പൊലി പൂവേ പൊലി പൂവേ പൂവേ, പൂവേ പൊലി പൂവേ പൊലി പൂവേ പൂവേ, പരനിറയെ പൊന്നളക്കും പൗർണമിരാവായി. പടിഞ്ഞാറേ പാടം അഴകിൻ പാൽക്കടലാ. പറക്കണ പൂവേ 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 കളറാവട്ടെ. ചിരി 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 ചിരിക്കണ ചുണ്ടേ 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 പവറാവട്ടെ. മുലേ 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 മുടിമേലെ മഴ പരത്തണം. മുലേ 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 മലയാളം കരയിലക്കണം. നിലേ 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 നിലമാനായില നിരക്കണം. ഒരുങ്ങിവാ നീനിവാ. ഏത് മൂട് അത്തം മൂട്, ഏത് മൂട് പുകളം മൂട്, ഏത് മൂട് മുണ്ട് മൂട്, ഏത് മൂട് സാരി മൂട്, ഏത് മൂട് സദ്യ മൂട്, ഏത് മൂട് പായസം മൂട്, ഏത് മൂട് പപ്പടം മൂട്, ഏത് മൂട് ഓണം മൂട്, ഏത് മൂട് അത്തം മൂട്, ഏത് മൂട് പുകളം മൂട്, ഏത് മൂട് മുണ്ട് മൂട്, ഏത് മൂട് സാരി മൂട്, ഏത് മൂട് സദ്യ മൂട്, ഏത് മൂട് പായസം മൂട്, ഏത് മൂട് പപ്പടം മൂട്, ഏത് മൂട് പുളി മൂട്. തൊടുപുഴയുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ് ചാർത്തിയ പുളിമൂട്ടിൽ സിൽസ് എല്ലാവിധ ലേറ്റസ്റ്റ് ഫാഷൻ ട്രെൻഡിംഗ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനും നൂതന ഡിസൈനിംഗ് സ്റ്റുഡിയോ ഉൾപ്പെടെയുള്ള നിരവധി സേവനങ്ങളുമാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്.
നടത്തിയ ഓണക്കാല പുഷ്പകൃഷിയിൽ നിന്നും ലഭിക്കുന്ന തുക പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് നൽകി മാതൃകാപരമായ പ്രവർത്തനം നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് കോതമംഗലം ബ്ലോക്കിലെ വാരപ്പെട്ടി പഞ്ചായത്ത്. വാരപ്പെട്ടിയിൽ നടന്ന പൂക്കൃഷിയുടെ പഞ്ചായത്ത് തല വിളവെടുപ്പ് ഉദ്ഘാടനം പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി അധ്യക്ഷത വഹിച്ചു. ഓണക്കാലത്ത് വിവിധ വാർഡുകളിലായി ഒരേക്കർ സ്ഥലത്താണ് കുടുംബശ്രീ കൂട്ടായ്മ ചെണ്ടുമല്ലി പുഷ്പകൃഷി നടത്തിയത്. വാരപ്പെട്ടിയിൽ നടന്ന പഞ്ചായത്ത് തല വിളവെടുപ്പ് ഉദ്ഘാടനം പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ നിർവഹിച്ചു. പഞ്ചായത്തിൽ വിവിധ ഭാഗങ്ങളിൽ കുടുംബശ്രീ അംഗങ്ങൾ നടത്തിയ കൃഷിയിൽ നിന്നും വിളവെടുക്കുന്ന പൂവ് വിൽപ്പന നടത്തി ലഭിക്കുന്ന തുക പഞ്ചായത്തിലെ പാലിയേറ്റീവ് രോഗികൾക്ക് കാരുണ്യ പ്രവർത്തനത്തിന് നൽകുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി KM സെയ്ദ്, ദീപ ഷാജു, പഞ്ചായത്ത് അംഗം ഷെജി ബെസി, CDS ചെയർപേഴ്സൺ ധന്യ സന്തോഷ്, CDS വൈസ് ചെയർപേഴ്സൺ ബിന്ദു ഉണ്ണി, മജു ബൈജു, സ്മിത രാജൻ, നെസി ഷൌക്കത്ത്, ഐഷ ബാവു, സുനിത KM തുടങ്ങിയവർ സംസാരിച്ചു. 30 വർഷത്തിലേറെയായി തൊടുപുഴയിൽ മുൻനിര ബിൽഡിംഗ് മെറ്റീരിയൽ സ്ഥാപനമായി പ്രവർത്തിക്കുന്ന വിജയ ഹാർഡ്വെയർ ആൻഡ് സാനിറ്ററി ഈ വർഷത്തെ ഓണം ആഘോഷം നടത്തി. പെയിന്റ് രംഗത്തെ പ്രമുഖ ബ്രാൻഡായ കാൻസായി നെറോലാക് പെയിന്റ്സുമായി ചേർന്നാണ് ഇക്കൊല്ലത്തെ ഓണം സ്ഥാപനത്തിൽ ആഘോഷിച്ചത്. പ്രശസ്ത സിനിമാ താരം വീണ നന്ദകുമാർ ഓണാഘോഷത്തിൽ പങ്കെടുത്തു. വർഷത്തിലേറെയായി തൊടുപുഴയിൽ മുൻനിര ബിൽഡിംഗ് മെറ്റീരിയൽ സ്ഥാപനമായി പ്രവർത്തിക്കുന്ന വിജയ ഹാർഡ്വെയർ ആൻഡ് സാനിറ്ററി ഈ വർഷത്തെ ഓണാഘോഷം നടത്തി. സിമന്റ്, സ്റ്റീൽ, സാനിറ്ററി, പ്ലംബിംഗ്, പെയിന്റ് വിതരണ രംഗത്തെ മുൻനിര സ്ഥാപനമായ വിജയ ഹാർഡ്വെയർ, പെയിന്റ് രംഗത്തെ പ്രമുഖ ബ്രാൻഡായ കാൻസായി നെറോലാക് പെയിന്റ്സുമായി ചേർന്നാണ് ഇക്കൊല്ലത്തെ ഓണം സ്ഥാപനത്തിൽ ആഘോഷിച്ചത്. പ്രശസ്ത സിനിമാ താരം വീണ നന്ദകുമാർ ഓണാഘോഷത്തിൽ പങ്കെടുത്തു. പങ്കെടുത്ത ആഘോഷ പരിപാടികളിൽ സ്റ്റാഫ് ആൻഡ് മാനേജ്മെന്റിനൊപ്പം നെറോലാക് കമ്പനി സീനിയർ സ്റ്റാഫ്സ്, കസ്റ്റമേഴ്സ്, പെയിന്റേഴ്സ് തുടങ്ങിയവരെല്ലാം പങ്കുചേർന്ന് മനോഹരമാക്കി. ഇവിടെ എല്ലാവരും സമയമെടുത്ത് വന്നതിന് വളരെയധികം നന്ദി. എനിക്കും വളരെയധികം സന്തോഷം ഇവിടെ വന്നെത്താൻ പറ്റിയതിന്. ഈ ഓണം എല്ലാവർക്കും അടിപൊളിയാവട്ടെ, നല്ലതാവട്ടെ, നല്ലൊരു വർഷമാവട്ടെ. എന്റെ വക എല്ലാവർക്കും ഓണാശംസകൾ. താങ്ക് യു. നെറോലാക് ബിസിനസ് ഹെഡ് റാം മൽഹോത്ര ഓണ സന്ദേശം നൽകി. നടി വീണ നന്ദകുമാർ, കമ്പനി സീനിയർ ഓഫീസർ ദിലീപ് തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു. നെറോലാക്കിന്റെ കേരളത്തിലെ ആദ്യത്തെ പെയിന്റ് സെലക്ഷൻ സഫയർ സ്റ്റോറാണ് നെറോലാക് കഴിഞ്ഞ വർഷം വിജയ് ഹാർഡ്വെയറിൽ ഒരുക്കിയത്. ഓണത്തോടനുബന്ധിച്ച് വിവിധ പെയിന്റ് ബ്രാൻഡുകൾക്ക് പ്രോഡക്ട്സിനുമുള്ള ഓഫറുകൾ നെറോലാക് ASM അമൽ നവാദ് അറിയിച്ചു. കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ നെറോലാക്കിന്റെ എക്സ്ക്ലൂസീവ് ഷോറൂമാണ് വിജയ. സോ നമ്മളിവിടെ വിത്ത് ഹെൽപ്പ് ഓഫ് നെറോലാക് ഈ മാസം നമ്മളൊരു അടിപൊളി പെയിന്റ് കോൺട്രാക്ടർ സ്കീംസ് നമ്മൾ അനൗൺസ് ചെയ്യുന്നുണ്ട്. എക്സൽ ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 300 പോയിന്റ് വരുന്ന ഒരു വലിയ സ്കീം. ഒരുപാട് ഗിഫ്റ്റുകളാണ്, സ്മാർട്ട് ഫോണും ഇൻഡക്ഷൻ കുക്കറും ഒക്കെ ഉൾപ്പെടെ ഒരുപാട് ഗിഫ്റ്റ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പൊ അത് എല്ലാവർക്കും അതിന്റെ കമ്മ്യൂണിക്കേഷൻ എത്തും. ഒരുപാട് സമയം ഞാൻ എടുക്കുന്നില്ല. അപ്പൊ നമുക്ക് എല്ലാവർക്കും അടിച്ചു പൊളിക്കാം. ഹാപ്പി ഓണം. ബിർള ഓപ്പസ്, ഏഷ്യൻ പെയിന്റ്സ്, കാൻസായി നെറോലാക് പെയിന്റ് തുടങ്ങിയ എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും ഡീലേഴ്സായ വിജയ ഹാർഡ്വെയർ നാളിതുവരെ കസ്റ്റമേഴ്സിൽ നിന്ന് ലഭിച്ച സഹകരണത്തിന് നന്ദി അറിയിച്ചു. വിജയ ഹാർഡ്വെയർസ് ആൻഡ് സാനിറ്ററീസ് MD ജെയിൻ M ജോസഫ് കൃതജ്ഞത രേഖപ്പെടുത്തി.
മാർക്കറ്റിൽ ഓണച്ചന്ത പ്രവർത്തനം ആരംഭിച്ചു. സെബാനോ മാനേജിംഗ് ഡയറക്ടർ ലൂസമ്മ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഗുണമേന്മയുള്ള പച്ചക്കറികൾ ഉൾപ്പെടെയാണ് ഓണവിപണിയിൽ ഒരുക്കിയിരിക്കുന്നത്. 99 രൂപയുടെയും 199 രൂപയുടെയും 2 തരം ഓണക്കിറ്റുകളും ഇവിടെ ലഭ്യമാണ്. 99 രൂപ നിരക്കിൽ സാമ്പാർ, അവിയൽ, തോരൻ, പച്ചടി തുടങ്ങിയ പച്ചക്കറി കൂട്ടും ഇവിടെ ഒരുക്കിയിരിക്കുന്നു. കോൺഗ്രസ് മുഖപത്രം വീക്ഷണം കൊച്ചി യൂണിറ്റിൽ ഓണാഘോഷം നടത്തി. ഉമാ തോമസ് MLA ഓണാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വീക്ഷണം മാനേജിംഗ് ഡയറക്ടർ ജെയ്സൺ ജോസഫ്, KPCC വൈസ് പ്രസിഡന്റ് VP സജീന്ദ്രൻ, DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് തുടങ്ങി നിരവധി ആളുകൾ പങ്കെടുത്തു. വിവിധ മത്സരങ്ങളും ഓണസദ്യയും ഓണാഘോഷത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു. വീക്ഷണം അംഗങ്ങളെ, പ്രിയപ്പെട്ടവരെ, സത്യത്തില് ഇന്ന് ഞാൻ ഇവിടെ വരാനായിട്ട് ചെറിയ മടി കാണിച്ചിരുന്നു. പക്ഷെ ജെയ്സൺ ഒന്ന് വന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ തൃക്കാക്കരയില് മത്സരബുദ്ധിയോടുകൂടിയാണ് ഓരോരുത്തരും പ്രസിഡൻസ് അസോസിയേഷനും അതേപോലെ പല സംഘടനകളും ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലായിടത്തും ഒന്ന് തലകാണിക്കുക എന്നുള്ള കാര്യമേ നടക്കുള്ളൂ. അത്തരം രീതിയിൽ പോരാ. വീക്ഷണത്തില് കഴിഞ്ഞ പ്രാവശ്യത്തെ ഓണം ഞാൻ കൂടിയപ്പോഴും വലിയ സന്തോഷത്തോടുകൂടി ഓർക്കുകയാണ്. അന്നിവിടെ എല്ലാവരും ഒരുപാട് പരിപാടികളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സംഘടിപ്പിച്ച ഓണം, ജെയ്സൺ ഓണത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ വീക്ഷണവും ഓണം ആഘോഷിക്കണമല്ലോ എന്ന് ചോദിച്ചപ്പോ വീക്ഷണം ഇനിയുള്ള നാളുകളിൽ വീക്ഷണം തന്നെയാവും ഓണം ആഘോഷിക്കുക എന്നാണ് ഞാൻ പ്രത്യാശിക്കുന്നത്. വളരെ തിരക്കുള്ള ഈ ദിവസം പ്രത്യേകിച്ച് തൃക്കാക്കരയാണ് ഓണത്തിന്റെ പ്രധാന കേന്ദ്രം. കേരളത്തിലെ തന്നെ ഐതിഹ്യത്തിൽ തൃക്കാക്കര ഒട്ടേറെ ഓണാഘോഷ പരിപാടികളുണ്ട്. സജീന്ദ്രൻ എനിക്കൊക്കെ തൃശ്ശൂരിൽ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി പോകാറുണ്ട്. അപ്പോൾ നമ്മള് ഇവിടെ MLA ഉമാ തോമസും സജീന്ദ്രനും അടക്കം ഉള്ള നമ്മുടെ നേതാക്കന്മാരൊക്കെ എത്തിച്ചേർന്ന അവസരത്തിൽ നമ്മുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. ഒരു ഓണാശംസ നേരാൻ വേണ്ടി KPCCയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായ പ്രിയപ്പെട്ട MLA VP സജീന്ദ്രൻ. വീക്ഷണത്തിലെല്ലാം ജീവനക്കാർക്കും വീക്ഷണത്തിലെ ജീവനക്കാർ നമ്മുടെ പാർട്ടിയോടും നമ്മുടെ പ്രസ്ഥാനത്തോടും ഒക്കെ 100% പൂർണ്ണമുള്ളതുകൊണ്ടാണ് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഒരിടത്തോട്ടും പോകാതെ എന്ന സ്ഥാപനത്തിൽ നിന്നുകൊണ്ട് കോൺഗ്രസിന്റെ ചുറ്റുപായ വീക്ഷണത്തിന് വേണ്ടി ഇന്നും പ്രവർത്തിക്കുന്നത്. നിങ്ങളുടെ ഓണത്തിന് ഇവിടെ ഈ വീക്ഷണത്തിന്റെ ഓണാഘോഷമാണ് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളോട് പ്രതിച്ച് പോകാറുള്ളത് നിങ്ങളോടൊപ്പം അറിയാനാണ്. ഇന്നും വീക്ഷണത്തിന്റെ ഒരു അത്യാകാംക്ഷ എന്നുള്ളത് വീക്ഷണത്തിന്റെ ഈ ഓണാഘോഷം പങ്കെടുക്കാൻ വേണ്ടിയുള്ള സന്തോഷത്തിലും എല്ലാ ആശംസകളും നേരുന്നു. അടുത്ത വർഷവും ഇതേപോലെ ഹിന്ദി പറഞ്ഞതുപോലെ ഗംഭീരമായി പോകാനുള്ള അവസരം ഉണ്ടാകട്ടെ പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. നന്ദി. ദീർഘകാലമായി അധികം ആത്മാർത്ഥതയുള്ള ആളുകളാണ് ഇപ്പോഴും വീക്ഷണം എല്ലാ ദിവസവും വന്ന കല്യാണത്തോട് എല്ലാ ദുരിതങ്ങൾക്കും സങ്കടങ്ങൾക്കും അതിനോടൊപ്പമുള്ള സന്തോഷങ്ങൾക്കും ഒപ്പം ഈ വലിയൊരു ആഘോഷം മലയാളികളുടെ
വലിയൊരു ആഘോഷമായിട്ടുള്ള ഈ ഓണത്തിൽ നിങ്ങളെല്ലാവരും ഒരുമിച്ച് ഇതൊരു വലിയ പരിപാടിയാക്കി മാറ്റി. തീർച്ചയായും നിങ്ങൾ ഒരുമിച്ച് കൂടിയ കൂട്ടത്തിൽ എനിക്കും ചേരാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴ നഗരസഭ 30-ാം വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ അനിഴ ചമയ ഘോഷയാത്ര സംഘടിപ്പിച്ചു. തൊടുപുഴ നഗരസഭാ ചെയർമാൻ കെ ദീപക് ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ചിങ്ങമാസത്തിലെ തിരുവോണത്തിന് തിരുവോണയൂട്ട് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സുപ്രസിദ്ധ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ നെടിയശാല പള്ളിയിൽ 8 നോമ്പ് ആചരണത്തിനും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പിറവി തിരുനാളിനും തുടക്കമായി. പള്ളിയിലെ പ്രധാന നേർച്ചയായ പിടിനേർച്ച ഈ വർഷവും നടന്നു. KPMS ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അയ്യൻകാളിയുടെ 162ാം ജന്മദിനാചരണം സെപ്റ്റംബർ 6-ന് തൊടുപുഴയിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.